എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ 3-4 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ടാലന്റിന്റെ അറിവിടം എന്ന് പറയുന്ന ബുക്കിനെ പറ്റി ഇനി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഒട്ടുമിക്ക ആളുകൾക്കും ഇല്ല. കാരണം SCRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിവിടം തന്നെയാണ്. അപ്പോൾ ടാലന്റിന്റെ സോഷ്യൽ അതുപോലെ തന്നെ സയൻസ് എന്നീ രണ്ട് സബ്ജക്റ്റുകൾക്കായിട്ടുള്ള അറിവിടം ടെക്സ്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതായത് പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. ഇതിലെ പാർട്ട് 1-ൽ 5, 7, 9 ക്ലാസ്സുകളിലെ വിവരങ്ങളും പാർട്ട് 2-ൽ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു, ലേണിംഗ് റൂം ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നിവയൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. സോ നിങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരിക്കും ഈ ബുക്ക്. അപ്പോൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com സന്ദർശിച്ചാൽ മതി. അപ്പോൾ ഈ വർഷം വരാണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ബെബ്കോ LDC, അതായത് കഴിഞ്ഞ തവണ ഓണത്തിന്റെ ബോണസുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും 1 ലക്ഷം രൂപയോളം ബോണസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു കാലത്ത് നഷ്ടത്തിലാവാൻ സാധ്യതയില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബെബ്കോ LDC എക്സാം ഉടനെ വരികയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ആരംഭിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ടാലന്റ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടാവും, അതൊന്ന് ഫില്ല് ചെയ്താലും മതി, ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളാം. മത്സര പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വളരെ വലിയൊരു കാര്യമാണ്. അതായത് 20 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ ഈ കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടാലന്റ് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ 2024-25 പ്രധാന കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആദ്യമായിട്ട് ഒരു വനിതാ ബ്രാൻഡ് അംബാസിഡറെ നിയമിച്ചിരിക്കുകയാണ്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗർ. ഈ ഒരു പേര് എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരായിരിക്കും അല്ലെ? നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. അത് മാത്രമാണോ 2025 വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യ നേടിയപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗർ ആണ്. ദെൻ അത് മാത്രമല്ല അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ, അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നതും ഹർമൻപ്രീത് കൗർ ആണ്. ദെൻ WPL അഥവാ വുമൻസ് പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചത്, 2 തവണ വരെ കിരീടത്തിലേക്ക് നയിച്ചത്, ഇതൊക്കെ ഹർമൻപ്രീത് കൗർ ആണ്. സോ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഹർമൻപ്രീത് കൗർ. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അതായത് ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. അപ്പോൾ വേൾഡ് അത്ലറ്റിക് ഫെഡറേഷന്റെ എന്ത് പുരസ്കാരമാണ്? അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാറ്റഗറികൾ, ഒന്ന് വനിതാ വിഭാഗത്തിൽ ആർക്കാണ്, ദെൻ പുരുഷ വിഭാഗത്തിൽ ആർക്കാണ് പുരസ്കാരം. ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കാം. ആദ്യത്തേത് പുരുഷ വിഭാഗമാണ്. പുരുഷ വിഭാഗത്തിലെ പേര് നമുക്കെല്ലാവർക്കും പരിചിതമായൊരു പേരാണ് അല്ലെ? അതായത് അർമാൻഡ് ഡുപ്ലാന്റിസ്. ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് പോൾ വാൾട്ട് താരമാണെന്ന് അറിയാം. നിലവിലെ ലോക റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണെന്ന് അറിയാം. ദെൻ 2024 പാരീസ് ഒളിമ്പിക്സിലും അതിനു മുൻപേയുള്ള ടോക്കിയോ ഒളിമ്പിക്സിലും ഒക്കെ എന്താണ് പോൾ വാൾട്ടിൽ സ്വർണം നേടിയ താരമാണ് അർമാൻഡ് ഡുപ്ലാന്റിസ് എന്ന് പറയുന്നത്. സോ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹമാണ് പുരുഷ വിഭാഗത്തിൽ എന്താണ് അത്ലറ്റ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ മാത്രമല്ല ലൊറൈസ് സ്പോർട്സ് അവാർഡിൽ 2025 ലോറസ് സ്പോർട്സ് അവാർഡിലും എന്താണ് മികച്ച പുരുഷ താരമായിട്ട് അർമാൻഡ് ഡുപ്ലാന്റിസ് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ വനിതാ താരത്തിലേക്ക്, വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഒരു അത്ലറ്റിന് തന്നെയാണ്. അതായത് ഓട്ടം, അതായത് 400 മീറ്ററിൽ എന്താണ് ഗോൾഡ് നേടിയൊരു താരത്തിന് തന്നെയാണ്. അതായത് മക്ലാഫ്ലിൻ ലെവോറണിനാണ് പുരസ്കാരം കിട്ടിയത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളം ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളം ഏത് എന്നാണ്. അപ്പോൾ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ എന്താണ് ഈ ഒരു വാട്ടർ പോസിറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം അവർക്ക് ആവശ്യമായ വെള്ളത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു, സംഭരിക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മടക്കി നൽകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ വാട്ടർ
പോസിറ്റീവ് പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് GI ടാഗ് കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്കൊക്കെ GI ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉത്തർപ്രദേശിലാണ് അല്ലേ. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ നോക്കാനുള്ളത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിൽ വളരുന്ന ഒരു ഓറഞ്ച് ഇനത്തിന് ഇപ്പോൾ GI ടാഗ് കിട്ടി. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ദാരിൻ ഓറഞ്ച്. ഏതാണ്? മന്ദാരിൻ ഓറഞ്ച്. അപ്പോൾ അടുത്തിടെ GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ കുന്നുകളിൽ വളരുന്ന ഓറഞ്ച് ആണ് ഇതെന്ന് പറയുന്നത് മന്ദാരിൻ ഓറഞ്ച്. ദെൻ ഇപ്പോൾ പേര് മാറ്റത്തിന്റെ ഒക്കെ ഒരു സീസൺ ആണ്. ഓൾറെഡി തന്നെ പല സ്ഥലങ്ങളും ഒക്കെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് രാജ്ഭവന്റെ പേര് മാറ്റി ലോക് ഭവൻ എന്നും ആക്കി അല്ലെ. അപ്പൊ ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേരും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നാക്കി. അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് മാറ്റിയിരിക്കുന്നു. എന്താണ് പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവാ തീർത്ഥ. അപ്പോൾ സേവാ തീർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഓഫീസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് പേര് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വേർഡ്, അതായത് നമ്മളിപ്പോൾ അറിയാം നമ്മുടെ 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പല ഡിക്ഷണറികളും പല വേർഡ്സിനെയും തിരഞ്ഞെടുക്കാറുണ്ട്. സോ ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് വാക്കിനെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത വാക്ക് ഏത് എന്നുള്ളതാണ് റേജ് ബെയ്റ്റ്. എന്താണ്? റേജ് ബെയ്റ്റ് എന്നുള്ള വേർഡാണ്. അപ്പോൾ ഓർക്കുക, റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന വേർഡ് എന്തായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടി, റെസ്പോൺസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന റേജ് ബെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധാരണ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വേർഡുകളാണ് എന്തായിട്ട് എടുക്കാറുള്ളത് ഈ ഒരു വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട്. കാരണം പെട്ടെന്നൊരു വർഷം ക്ലിക്ക് ആവുന്ന വേർഡ്സ്. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ ഇവിടെ എന്താണ് റേജ് ബെയ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആളുകളെ കൊണ്ട്, കൂടുതൽ ആളുകളെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിക്കാനായിട്ട് അവരെ കൊണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടാകുന്ന തരത്തിലോ അല്ലെങ്കിൽ അവർക്ക് വെറുപ്പുണ്ടാകുന്ന തരത്തിലോ ഉള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റേജ് ബെയ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അസംബ്ലിയിൽ പാസ്സാക്കിയ ഒരു ബില്ല് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഈ ബഹുഭാര്യാത്വം നിരോധിക്കുന്ന ബില്ല് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അസംബ്ലിയിൽ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ മറ്റൊരു ബില്ല്, അതായത് അടുത്തിടെ മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്നും മോഹ് ജുജ് ഒഴിവാക്കാനുള്ള ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? മോഹ് ജുജ്. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ തന്നെ വളരെ നമുക്കൊരു റെയർ ആയിട്ടുള്ള ടേമാണ്. അതായത് ഈ മോഹ് ജുജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പോത്ത് പോരെന്ന് പറയും, ബഫല്ലോ ഫൈറ്റ് ആണ്. അതായത് അസമിലെ ബിഹു നൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറാറുള്ള ഒരു ബഫല്ലോ ഫൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് മോഹ് ജുജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു? മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ബില്ല് അസം പാസ്സാക്കിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വേണമെങ്കിൽ ഈ ബില്ലായിട്ട് തന്നെ ചോദിക്കണമെന്നില്ല. ഈ പറയുന്ന എന്താണ് മോഹ് ജുജ് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്ത് നടക്കുന്ന കാളപ്പോരാണെന്നോ അല്ലെങ്കിൽ ബഫല്ലോ ഫൈറ്റ് ആണെന്നോ എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ. നമുക്കറിയാം ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ഫോർമാറ്റ് ആണ് അല്ലെ. 2020 ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ടെസ്റ്റ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഏകദിനം ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3 ഫോർമാറ്റ് ആണ് പ്രധാനമായിട്ടും ക്രിക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന് പറയുന്ന റെക്കോർഡ് ആർക്കാണ്? ഇപ്പോൾ വിരാട് കോഹ്ലിക്കാണ്. കാരണം അദ്ദേഹത്തിന് 52 സെഞ്ചുറികൾ, ഏകദിനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 52 സെഞ്ചുറികളായിരിക്കുന്നു. കാരണം ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ വരാനുള്ള കാരണം അദ്ദേഹം മറികടന്നത് സച്ചിനെയാണ്. കാരണം സച്ചിന് ടെസ്റ്റിൽ 51 സെഞ്ചുറികളുണ്ട്. അപ്പോൾ സച്ചിനെ മറികടന്ന് ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന നേട്ടം ആരാണ്? വിരാട് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുന്നു. ഏകദിനത്തിലാണ്. ഏകദിനത്തിൽ 52 സെഞ്ചുറികളാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു സെഞ്ചുറി. ദെൻ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 പേരാണ്. നിലവിൽ 2 പേരാണ്. രോഹിത് ശർമ്മയും മാക്സ്വെല്ലും ആണ്. 5 സെഞ്ചുറികൾ വീതമുണ്ട്. ദെൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സച്ചിന്റെ പേരിലാണ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികളാണുള്ളത്. സോ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കാം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വിരാട് കോഹ്ലി നേടിയ ആ ഒരു സെഞ്ചുറിയോടുകൂടി എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 7000
സെഞ്ചുറികളായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി അല്ല, ഇതുവരെ ക്രിക്കറ്റ് താരങ്ങൾ നേടിയത് 7000 സെഞ്ചുറികൾ. അപ്പോൾ ആ ഒരു സെഞ്ചുറിയോടുകൂടി 7000 സെഞ്ചുറികൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പിറന്നിരിക്കുകയാണ്. സോ അതുകൂടി ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രോഹിത് ശർമ്മയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. നമ്മൾ വിരാട് കോഹ്ലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത രോഹിത് ശർമ്മയാണ്. അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആര് എന്നുള്ളതാണ്. അത് രോഹിത് ശർമ്മയാണെന്നുള്ള കാര്യം ഓർക്കുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ സിക്സർ അടിച്ചതോടുകൂടി അദ്ദേഹം ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. മറികടന്നത് ഷാഹിദ് അഫ്രീദിയുടെ റെക്കോർഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയാണെന്ന് പറഞ്ഞു. ഇനി T20 ക്രിക്കറ്റിലും ആര് തന്നെയാണ്? രോഹിത് ശർമ്മ തന്നെയാണ്. ദെൻ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബെൻ സ്റ്റോക്സ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം. ഇനി ഇത് മൂന്നും കൂടി പരിഗണിക്കുകയാണെങ്കിൽ, അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഹിത് ശർമ്മയാണ്. സോ ഇത്രയും കാര്യം നോട്ട് ചെയ്യുക. T20 ആയാലും ഏകദിനം ആയാലും ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സിക്സറുകൾ രോഹിത് ശർമ്മ. ദെൻ എന്താണ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം ആരാണ്? ബെൻ സ്റ്റോക്സ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എഗെയിൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ യങ് സെൻസേഷൻ അല്ലെ, വൈഭവ് സൂര്യവംശി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് നമ്മുടെ ഇന്ത്യ എ ടീമിന് വേണ്ടിയിട്ട് സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ദെൻ IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL ലേലത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL ഒരു ടീമിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അങ്ങനെ എന്തുമാത്രം റെക്കോർഡുകളാണ് വൈഭവ് സൂര്യവംശിക്കുള്ളത്. സോ അദ്ദേഹത്തിന് വീണ്ടും ഓർത്തു വെക്കാൻ ഒരു റെക്കോർഡ് കൂടി, അതായത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് വൈഭവ് സൂര്യവംശി. അപ്പോൾ എന്താണ് പറഞ്ഞത്? സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. സോ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കി ദെൻ ന്യൂ SCRT ഫാക്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.channelkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഡിസംബർ 12 രാവിലെ 10 മണിക്കാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. സ്ഥലം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ്. ഇനി ടാലന്റിന്റെ സ്റ്റുഡൻസിന് മാത്രമേ പങ്കെടുക്കാവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡറെ പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗർ ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരമാണ്. 2025 പുരസ്കാരമാണ്. പുരുഷ വിഭാഗത്തിൽ അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. ദെൻ വനിതാ വിഭാഗത്തിൽ നമ്മുടെ മക്ലാഫ്ലിൻ ലവോറൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളം ഏതാണ്? ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു അടുത്തിടെ GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ കുന്നുകളിൽ വളരുന്ന ഓറഞ്ച് ഏതാണെന്ന് പറഞ്ഞു അല്ലെ, മന്ദാരൻ ഓറഞ്ച് ആണ്. ദെൻ അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേര് പറഞ്ഞു, അത് സേവാതീർത്ഥാണ്. അതിനൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക രാജ്ഭവന്റെ പുതിയ പേരെന്താണ്? ലോക് ഭവനാണ്. ദെൻ അതിനുശേഷം ഒരു വാക്കാണ് പറഞ്ഞത് റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഒരു വേർഡ്. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറ്റൻഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പേര് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് ദേഷ്യം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ എന്താണ് വെറുക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റേജ് ബെയ്റ്റ് എന്ന് പറയുക. സോ അതിന് 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു. ദെൻ അതിനുശേഷം പറഞ്ഞു മോഹ് ജുജ് എന്ന് പറയുന്ന ഒരു എന്താണ് വിനോദം, അതായത് അസമിലുള്ള ബിഹു നൃത്യത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു എന്താണ് ബഫലോ ഫൈറ്റ് ആണ് ഈ പറയുന്ന മോഹ് ജുജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എന്ത് ചെയ്യാനായിട്ട് മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ബില്ല് എന്ത് ചെയ്തിരിക്കുന്നു? അസം പാസ്സാക്കിയിരിക്കുന്നു. ദെൻ അതിനുശേഷം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. അതായത് 52 സെഞ്ചുറികൾ ഏകദിനത്തിൽ നേടിയതോടുകൂടിയാണ്. അതായത് ടെസ്റ്റിൽ 51 സെഞ്ചുറി നേടിയ സച്ചിനെ മറികടന്നു. ദെൻ അതിനുശേഷം പറഞ്ഞു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് രോഹിത് ശർമ്മയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണെന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായിട്ട് അടുത്തിടെ നീതി ആയോഗ് ശുപാർശ ചെയ്ത സംസ്ഥാനം ഏതെന്നാണ്? അപ്പോൾ അസം, മിസോറാം, മേഘാലയ, ത്രിപുര. ശരിയുത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഏഷ്യൻ പവർ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്? അപ്പോൾ 2, 4, 3, 5. ശരിയുത്തരം കമന്റ് ചെയ്യുക.
ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. അപ്പോൾ ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഗോവയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമയാണ്. ദെൻ അത് മാത്രമല്ല ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് റാം വി സൂത്രാണ്. രണ്ടാമത്തെ ചോദ്യം, ദിത്വ ചുഴലിക്കാരനെ തുടർന്ന് ശ്രീലങ്കയെ സഹായിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദുരിതാശ്വാസ ദൗത്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ് അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓപ്പറേഷൻ ബ്രഹ്മയാണെങ്കിൽ എന്താണ് അവിടെ ഭൂകമ്പമുണ്ടായ സമയത്ത് നമ്മുടെ മ്യാൻമറിനെ സഹായിക്കാനുള്ള ദൗത്യമായിരുന്നു. ദെൻ ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് വാറിന്റെ സമയത്ത് നടത്തിയ രക്ഷാദൗത്യമായിരുന്നു. ദെൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഹെയ്ത്തിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു. സോ ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്നൊരു ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 3-4 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.